വിജയിക്കാനുള്ള അവസാനത്തെ അവസരം. ഈ സീസണിൽ ഒരു തിരിച്ചുവരവ് വേണമെന്നുണ്ടെങ്കിൽ ഈ മത്സരം വിജയിക്കണം. സോ ചെറിയൊരു പ്രതീക്ഷ, അതായത് 99.99% സീസണിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് ആരുമില്ല. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സോ കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു 5-6 ദിവസമായിട്ട് നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. എന്തായാലും അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിവഞ്ച് പോരാട്ടമാണ്. ബട്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. രാഹുലിനെ പുറത്താക്കി അമീർ റാണ അവിടെ വരുന്നു, അതുപോലെ തന്നെ ഒരു ഫോറിൻ പ്ലെയർ വരുന്നു. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ഒരു കമ്മിറ്റി കൂടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കുൽസിത പ്രവർത്തനങ്ങൾ നമ്മൾ അടുത്ത കുറച്ച് വീഡിയോസിൽ പറയുന്നതായിരിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും നമുക്ക് നാളത്തെ മാച്ചിലേക്ക് വരാം. പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ടുള്ള വിദേശ താരങ്ങൾ അവർക്ക് അവൈലബിൾ അല്ല, പ്രത്യേകിച്ചും പരിക്കുകൾ കാരണവും അതുപോലെ തന്നെ അവരുടെ ഓരോ പ്ലേയേഴ്സിനുള്ള റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഇതൊക്കെ കാരണം അവരുടെ പല താരങ്ങളും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. 4 താരങ്ങൾ മെയിനായിട്ട് ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ള 4 താരങ്ങൾ അവൈലബിൾ അല്ല. ഈ ഒരു കിട്ടിയ തക്കം പാർത്തിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ചാൻസാണ്, ഒരു നല്ല അവസരമാണ്. പക്ഷേ ഇവിടെയും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഗതികെട്ടൊരു ടീമാണ് എന്നുള്ളതിന് അടിവര ഇടും എന്നുള്ളതാണ് അർത്ഥം. സോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറച്ച് കമ്മിറ്റി, കുറച്ച് ഗ്രൂപ്പ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വയ്യോളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം നമുക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലരും പരിക്ക് പറ്റിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈസ സിമിനിയസും അതുപോലെ തന്നെ വിപിൻ മോഹനും ഇവരൊക്കെ അവൈലബിൾ ആണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മധ്യനിരയിലുള്ള അസറിനെയോ ഐമനെയോ എടുത്ത് കൊണ്ടുവരാനായിട്ട് ചാൻസുകൾ കൂടുതലാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ നോഹ സദോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും ചെറിയൊരു പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ നോഹ ഇപ്പോഴും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോഹയിലേക്ക് മാത്രം പന്ത് കൊടുക്കുന്ന ആ ഒരു ശൈലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളിയും മൂഞ്ചുന്നതായിരിക്കും. ആ ഒരു കളിശൈലി നമ്മൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് വേണം പറയാൻ. മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല, സ്ഥാനമാറ്റങ്ങളോ വലിയ കയറ്റങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും എവിടൊക്കെ ഒരു ഒളിച്ചിരിക്കുന്നൊരു പ്രതീക്ഷ എന്നൊക്കെ പറയില്ല, അതൊക്കെയാണ് എന്നർത്ഥം. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോടാണ്. ഈ മത്സരം വിജയിച്ചെന്ന് കരുതി വീണ്ടും തലയിൽ കയറ്റി വെക്കാനായിട്ട് ഇരിക്കരുത്. കാരണം പഞ്ചാബ് എഫ് സി ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഒരു വീക്ക് എഫ് സി ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം 3 കളിയിൽ പരാജയമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഫോറിൻ താരങ്ങൾ ആരുമില്ല എന്നുള്ളതാണ്. മെയിനായിട്ടുള്ള താരങ്ങൾ ആരുമില്ല, ആകെ ഒരാളുള്ളത്. അപ്പോൾ ഇതിനൊക്കെ സംബന്ധിച്ചിടത്തോളം മത്സരം നമ്മൾ ജസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കാൻ നിൽക്കണ്ട. എങ്ങനെ വന്നാലും ഒരു തിരിച്ചടി അടുത്ത മത്സരങ്ങളിലൊക്കെ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒരു സ്ക്വാഡ് അനലൈസിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുള്ളത് സച്ചിൻ, സുരേഷ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പ് ഓപ്ഷനായിട്ട്, അതായത് ബാക്ക് ഡിഫൻഡർമാരായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻഡേഴ്സിനാണ്. അതായത് നമ്മുടെ പ്രത്യേകിച്ചും ഹോർമി പാം, അതുപോലെ തന്നെ സന്ദീപ് സിംഗിനായിരിക്കും എന്തായാലും ഇറക്കുക. പക്ഷേ ഐബാൻ ഡോളിംഗ്, ഹോർമി പാം, പ്രീതം കോട്ടാൽ, അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് നവോച്ച സിംഗ്. അവിടെ നവോച്ച സിംഗിനേക്കാൾ പ്രഗത്ഭനായിട്ടുള്ളൊരു കളിക്കാരൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഇല്ല. അപ്പോൾ നവോച്ച സിംഗ് തന്നെയാണ് ബെറ്റർ. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ വിപിൻ മോഹൻ അവൈലബിൾ ആണെങ്കിൽ വിപിൻ മോഹനെ തന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അലക്സാൻഡ്രോ കൊയ്ഫിനെയും അതുപോലെ നമ്മുടെ അഡ്രിയൻ ലൂണയെയും കൊടുക്കണം. മുന്നേറ്റ നിരയിൽ ഹീസ സിമിനിയസും നോഹ സദോയിയും അതുപോലെ തന്നെ കോറോ സിംഗിനെയും ആയിരിക്കും പ്ലേസ് ചെയ്യാനായിട്ട് പോവുക. സോ ഇതായിരിക്കും എൻ്റെ ഒരു പ്രഡിക്ഷൻ. സ്ക്വാഡും അതുപോലെ ഇറങ്ങാൻ നിൽക്കുന്ന 99% ഒരു സ്ക്വാഡും എന്ന് പറയുന്നത്. പിന്നെ ഈ അമാവിയെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഫസ്റ്റ് 11 ഇറക്കി പരിശോധിച്ച് നോക്കിയാൽ, അതായത് അദ്ദേഹത്തെ ഒന്ന് പരിഗണിച്ച് കൊടുത്താൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നെൻ്റെ മൈൻഡ് പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുപോലെ സ്കോർ ഒക്കെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.